2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് 23 BJP MLA ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഉപാധ്യക്ഷയാണ് സംസ്ഥാനത്തെ. അങ്ങനെ MLA ഞങ്ങൾ 23 വരെ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ പണ്ട് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഞങ്ങൾ 35 MLA ഉണ്ടെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു. ആ തരത്തിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ കാണണോ ഈ ശോഭാ സുരേന്ദ്രന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം എന്നത് നമ്മൾ കാണേണ്ടതാണ്. കാരണം അങ്ങനെ അതിനെ രണ്ടിനെയും കൂടെ നമുക്ക് താരതമ്യം ചെയ്തും അതുപോലെ തന്നെ ഇത് എന്ന് തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം അവർ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് 2% വോട്ടിംഗ് നിലവാരം മാത്രമുണ്ടായിരുന്ന ത്രിപുരയിൽ അവിടെ ഒരു അധികാരം പിടിച്ചെടുക്കാൻ BJP എന്ന പ്രസ്ഥാനത്തിന് കഴിയുമെങ്കിൽ ആ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഇപ്പോൾ 20% വോട്ടിംഗ് ശതമാനമുള്ള ഈ BJPക്ക് എങ്ങനെ വന്നാലും ശരി ആ കണക്കിന് MLA സൃഷ്ടിക്കാൻ കഴിയും. കാരണം ഒരു കേരളം എന്ന് പറയുന്നത് BJPക്ക് ഒരു ബാലികേറ മലയല്ല. എവിടെയും BJPക്ക് വിജയിക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. കാരണം ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന കേന്ദ്രമായ പുന്നപ്രയിലും വയനാറിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടിയത്, ഭൂരിപക്ഷം വോട്ട് നേടിയത്, ലീഡ് ചെയ്തത് താമര ചിഹ്നത്തിനാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും തന്നെ ഒരു വ്യക്തമായ സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റില്ലമായ അവരിപ്പോഴും കൊട്ടിഘോഷിക്കുന്ന അവർ വലിയ രക്തസാക്ഷികളുടെ കേന്ദ്രമാണെന്ന് പറയുന്ന അതൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന് തീർത്തു കഴിഞ്ഞ ആ ഒരു സ്ഥലത്ത്, ആ പുന്നപ്രയിലും വയലാറിലും ഇന്നും മുദ്രാവാക്യങ്ങൾ ഉയരുന്ന ആ സ്ഥലത്ത് താമര ചിഹ്നത്തിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് BJPക്ക് ഇനി കൂടുതലൊന്നും കാലം കാത്തിരിക്കേണ്ടി വരില്ല. 2026 കഴിയുന്ന നിയമസഭയിലേക്ക് 23 കൂടുതൽ MLA ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ആചരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ അഴീക്കോട് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഈ പ്രഖ്യാപനം നടത്തിയത്, ഈ ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നത്. ഒരുപക്ഷെ മുന്നിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെ കൂടുതൽ ഉത്തേജിപ്പിക്കാനോ കൂടുതൽ ശക്തരാക്കാനോ കൂടുതൽ ആവേശം ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് പറഞ്ഞതാണോ എന്നത് മറ്റൊരു കാര്യം. ഒരുപക്ഷെ അത് എതിർ പാർട്ടിയിൽപ്പെട്ടവർ അത്തരത്തിലുള്ള വിലയിരുത്തലായിരിക്കും നടത്തുന്നത്. പക്ഷേ കാര്യങ്ങൾ ആ തരത്തിൽ അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുമോ എന്ന് സംശയമാണ്. കാരണം ശോഭാ സുരേന്ദ്രന് ചില കാര്യങ്ങൾ മാത്രമല്ല, അവർ പ്രസംഗിച്ച കൂട്ടത്തിൽ ഈ സീറ്റുകളുടെ എണ്ണം ഞങ്ങൾ കൂട്ടും, 10-23 MLA ഞങ്ങൾ ഉണ്ടാക്കും, NDA സഖ്യത്തിൽ ഉണ്ടാകും, BJPക്ക് എന്ന് മാത്രമല്ല അവർ പറഞ്ഞത് NDA സഖ്യത്തിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ EP ജയരാജനെ വിശദമായി വിമർശിച്ചുകൊണ്ടും അവരവിടെ സംസാരിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. അവർ പറഞ്ഞത് ഒരു നിലവാരവുമില്ലാത്ത നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് EP ജയരാജൻ പറഞ്ഞത് എന്നത് ആ ഒരു അഭിപ്രായത്തിനെ എടുത്തുകൊണ്ടാണ്, ആ അഭിപ്രായത്തെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് നിലവാരമില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. പക്ഷേ എന്തിനാണ് EP ജയരാജൻ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ 109 നമ്പർ മുറിയിൽ കുളിച്ചൊരുങ്ങി വന്ന് നിന്നത്? എന്തിനാണ് വന്നത്? അത് പറയട്ടെ. എനിക്ക് നിലവാരമില്ലാത്ത ആളാണ്, ഞാൻ പൊട്ടത്തരം വിളിച്ചു പറയുന്നവളാണ് എന്ന് EP ജയരാജൻ പറയുമ്പോൾ ഡൽഹിയിലെ ആ ഹോട്ടലിലെ 109 മുറിയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ കുട്ടപ്പനായിട്ട് വന്നത് എന്താവശ്യത്തിനാണ്, എന്തു കാര്യത്തിനാണ് ഇന്ന് ജയരാജൻ തുറന്നു പറയണം. EP ജയരാജൻ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം. അപ്പോൾ അവിടെ BJPയിൽ ചേരാൻ വേണ്ടി തന്നെയല്ലേ വന്നത് എന്ന് ഞാൻ പറയുമ്പോൾ അതിന് നിലവാരമില്ലാത്തതെന്ന് പറഞ്ഞാൽ ശരി, ഞാൻ പറഞ്ഞത് ശരി ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം ആ റൂമിൽ വന്നത് എന്തിനാണെന്ന് പറയട്ടെ. അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമെങ്കിൽ വിശ്വസിച്ചോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് മോശമാണെന്ന് വന്നോട്ടെ എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണൻ, BJPയുടെ B ഗോപാലകൃഷ്ണൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് BJP നേതൃത്വത്തിന്റെ അവധാനതയില്ലാത്ത ഒരു ധൃതിയാണ്, ഒരു വെപ്രാളം കാണിച്ചതാണ് EP ജയരാജൻ അകന്നു പോകാൻ കാരണം. അല്ലെങ്കിൽ EP ജയരാജൻ ഇപ്പോൾ BJPയുടെ ഒരു നേതാവായിട്ട് മാറിയനെ അദ്ദേഹം വേറെ
വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ നിന്നും BJPയുടെ പ്രതിനിധിയാകാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ രാജ്യസഭാംഗമായേനെ, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ ഒരു പദവിയിലേക്ക്, ഗവർണർ പോലുള്ള ഭരണഘടനാ പദവിയിലേക്ക് ഇപ്പോൾ ഇരിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം കളഞ്ഞു കുളിച്ചത് BJPയുടെ തന്നെ ചില നേതാക്കന്മാർക്കും കൂടിയുള്ള പങ്കുണ്ട്, അവധാനത കുറവാണ്, ഇത്തിരി ധൃതി കാണിച്ചതാണെന്ന് ഗോപാലകൃഷ്ണനും പറയുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടിയോജിക്കുമ്പോൾ EP ജയരാജൻ്റെ വിഷയത്തിൽ ഈ ശോഭാ സുരേന്ദ്രനൊക്കെ പറയുന്നതിൽ എവിടെയൊക്കെയോ പതിരുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കൃത്യമായിട്ടും അദ്ദേഹം CPM-നകത്ത് തനിക്ക് കിട്ടാത്ത ഒരു സ്ഥാനം നഷ്ടമായപ്പോൾ തന്നെക്കാളും ജൂനിയറായ ഒരാളിനെ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തപ്പോൾ, പാർട്ടി സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ അത് തൻ്റെ എതിരെയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. നിന്നെ ഇനി ഒന്നിനും വേണ്ട എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് പാർട്ടി നടത്തിയെന്ന് അദ്ദേഹം വായിച്ചെടുക്കുകയും ചെയ്തു. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പല തരത്തിൽ ചിന്തിപ്പിക്കാൻ കാരണമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന നേതാക്കൾക്ക് ഒരുപക്ഷെ അല്പം സ്വല്പം മാറിയും തിരിഞ്ഞുമൊക്കെ ചിന്തിക്കാനും ചില സമയത്ത് മാറിപ്പോകേണ്ട അവസ്ഥ വരുന്നതിൽ വലിയ തെറ്റൊന്നും കാണാനില്ല. കാരണം അവർക്ക് ഇത്രയും കാലം, കാരണം ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ജയരാജൻ എന്നതുകൊണ്ട് തന്നെ ജയരാജനെ അത്തരത്തിൽ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പാർട്ടിയിൽ ഇരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഉയർന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം BJP അടുത്തോട്ട് പോയതും. പക്ഷേ ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട്, ചില പെട്ടെന്നുള്ള ഇടപെടലുകൾ വന്നതുകൊണ്ടും എങ്ങനെയൊക്കെ ലീക്കായതുകൊണ്ടുമാണ് അത് നടക്കാതെ പോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ശോഭാ സുരേന്ദ്രനും ഗോപാലകൃഷ്ണനും പറയുന്നതിലും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ ഈ 23 എന്ന സംഖ്യ അടുത്ത നിയമസഭയിൽ MLA-മാരുണ്ടാകുന്ന സംഖ്യ ഉണ്ടാകുമോ, അതോ അതിനേക്കാളും ഉണ്ടാകുമോ, അതോ അതിനേക്കാളും കുറവുണ്ടാകുമോ, നമുക്ക് കാത്തിരിക്കാം.